മായി തകർന്നു. കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രളയ സാധ്യതയില്ലെന്നും മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 2 ദിവസം കൂടി നല്ലതുപോലെ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ മഴ കനക്കുകയാണ്. പാലക്കാട് ഉൾപ്പെടെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും അതിനെ മറികടക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നം നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ മഴയുടെ അളവ് കൂടുതലായിട്ടാണ് ഒരേ സമയം പെയ്യുന്നത്. അതിന്റെ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് എല്ലാ വിധത്തിലും ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ കൺട്രോൾ റൂമുകളും മറ്റത്യാവശ്യ സൗകര്യങ്ങളുമായി നല്ലതുപോലെ ഒരുക്കം നടത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ ജില്ലാ കളക്ടറേറ്റുകൾ, 78 താലൂക്ക് ഓഫീസുകൾ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സേനയെ മുഴുവൻ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. NDRFന്റെ ടീം ഇപ്പോൾ 9 എണ്ണവും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് മഴ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദത്തിന്റെ അവസരമായി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുതെന്ന് മാത്രമല്ല, മഴ വളരെ ഗൗരവമാണെന്ന തിരിച്ചറിവോടുകൂടി മഴയത്ത് ജലാശയങ്ങളിൽ ഇറങ്ങാനും ഏതെങ്കിലും വിധത്തിലുള്ള കളികളിൽ ഏർപ്പെടാനും ആത്മവിശ്വാസം കൊണ്ടാണെങ്കിലും ജലാശയങ്ങൾ മറികടക്കാനുമുള്ള ഒരു നടപടിക്രമങ്ങൾക്കും ഇപ്പം മുതിരെടുത്ത് മലയോരത്ത് യാത്ര നിരോധിക്കാൻ ആവശ്യമായ ഘട്ടത്തിൽ കളക്ടർമാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. മഴക്കെടുതികൾ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഗൗരവമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. 6 ലക്ഷത്തോളം ആളുകളെ വരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്ന വിധത്തിൽ നമ്മൾ സജ്ജമാണ്. പക്ഷെ തുറക്കേണ്ട അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. റെഡ് അലർട്ട് പ്രഖ്യാപിക്കും വിധം അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. മഴയുടെ അളവ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നാളെ കൂടി നല്ലതുപോലെ തീവ്രമായ മഴ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പ്രളയ പ്രവചനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും മഴയുടെ അളവ് കൂടുതലായിരിക്കും. പെരിയാറിൽ ജലനിരപ്പ്